നിൻ തിരു രക്തത്തിൻ തുള്ളികൾ തെറിച്ച ക്രൂശതിൽ അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മറുവിലയാ. നിൻ തിരു രക്തത്തിൻ തുള്ളികൾ തെറിച്ച ക്രൂശതിൽ അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മറുവിലയാ. ഞാനെന്തുള്ളൂ യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ. ഞാനെന്തുള്ളൂ യേശു പരാ, ഞാനെന്തുള്ളൂ യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ. ഞാനെന്തുള്ളൂ യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ. ഞാനെന്തുള്ളൂ യേശു പരാ. ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടായെന്ന് വന്നേക്കാം. ഒരുപാട് പേര്. ചില സുഹൃത്തുക്കൾക്ക് മാത്രമേ 5 വർഷം 10 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കൂടെ ഇപ്പോഴും ആ രീതിയിൽ ഇടപെടുന്നവര്. അടുത്ത സ്നേഹിതരായിട്ട് നിങ്ങളുടെ സർക്കിളിനകത്ത് നിങ്ങളോട് ചുറ്റിപ്പറ്റി ചിലപ്പോൾ ഇപ്പോൾ ചില സ്നേഹിതർ പുതിയതായിട്ട് ചേർന്നിട്ടുണ്ടാകാം. ഒരുപാട് സ്നേഹിതരുള്ളത് നല്ലതാണ്, മോശമൊന്നുമല്ല. ഫേസ്ബുക്ക് ഞാൻ കുറച്ച് കാലം ഉപയോഗിച്ചായിരുന്നു, ചില വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം ഞാനത് ഉപയോഗിക്കാറില്ല. ഒന്നാമത് എനിക്കത് ഉപയോഗിക്കാറില്ല, അത് സത്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ അതിനകത്ത് എത്രയോ ഒരുപാട് ഫ്രണ്ട്സിനെ ആഡ് ചെയ്തായിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, അന്നത്തെ കാലത്ത് ഞാൻ ഈ സന്ദേശം ഒരുപാട് പേര് കേട്ട് രക്ഷിക്കപ്പെട്ടെന്ന് വെച്ച് രക്ഷിക്കപ്പെടാത്ത ആൾക്കാരെയൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തായിരുന്നു, ഒരുപാട് പേരെ. പിന്നീട് അതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ ചിത്രങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാനത് അങ്ങനെ അടച്ചു, അത് ലോഗൗട്ട് ചെയ്തു. ഇപ്പം ഞാനത് ഉപയോഗിക്കാറില്ല, ഒരുപാട് വർഷമായിട്ട് ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലോട്ട് എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കേണ്ട കാര്യമില്ല, കാരണം ഞാനത് തുറന്നു നോക്കത്തില്ല. പിന്നെ അപ്പം നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെയാണ്, അത് തുറന്നിട്ടില്ല. എൻ്റെ ഫേസ്ബുക്കിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്കൊരു ബന്ധവുമില്ല. ദയവ് ചെയ്ത് അത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. സ്തോത്രം. അപ്പോൾ ഒരുപാട് സ്നേഹിതർ ആ വഴിക്കും നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും ഈ സ്നേഹിതന്മാരൊക്കെ നമ്മളെ വിട്ടു പോകുന്ന ഒരു സമയമുണ്ട്, അല്ലേ? ഈ സ്നേഹിതന്മാരെല്ലാം നമ്മളെ വിട്ടുപോകും. നമ്മളെ രക്താംബരം ധരിപ്പിക്കുന്ന ഒരു നിമിഷമുണ്ട്. രക്താംബരം ധരിപ്പിക്കുന്ന നിമിഷം നമ്മുടെ കർത്താവിനെ അങ്ങനെ ചെയ്തായിരുന്നു. പട്ടാളത്തെ മിലിറ്ററിനെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് തൻ്റെ സ്വന്തം വസ്ത്രം മാറ്റി രക്താംബരം ഉടുപ്പിച്ചു. എന്തിനു വേണ്ടി അറിയാം? പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ ആയിട്ട്, നിന്ദിക്കാൻ, ദൂഷണം പറയാൻ. അതിന് നിങ്ങളുടെ വസ്ത്രം പറ്റിയല്ല. നിങ്ങളുടെ വസ്ത്രം അങ്ങ് മാറ്റിയിട്ട് നിങ്ങളെ രക്താംബരം ധരിപ്പിച്ച് ഒരു കുറ്റവാളിയെ പോലെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിനകത്തുണ്ട്, അല്ലേ? ഒരു കാലത്ത് അവൻ്റെ എല്ലാ ആവശ്യത്തിനും നിങ്ങളെ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കുറ്റവാളിയല്ല, ആരോപിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. കുറ്റം ആരോപിക്കപ്പെടുന്നു, തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വന്തം സ്നേഹിതൻ പോലും നിങ്ങൾക്ക് വിരോധമായി മാറുന്ന ഒരു സമയം, അതാണ് രക്താംബരം ധരിച്ച ക്രിസ്തു നമുക്കവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഒരുപാട് പേർക്ക് സൗഖ്യം കിട്ടിയ കഥയൊക്കെ അവർക്കറിയാവുന്നവരുണ്ട്, അവിടെയുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട സമയം മുതൽ
യേശുവിനെ അനുഗമിക്കുന്ന, അല്ലെ യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്ന ആ ഒരു ഓഫീസറുണ്ട്, ഒരു പോലീസ് ഓഫീസറുണ്ട്, ഒരു മിലിറ്ററി ഓഫീസറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, കളിയാക്കുന്ന ഒരു വലിയ സമൂഹം അവർ ഓഫീസർമാരാണ്. നിന്ദിക്കുക. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം, നിങ്ങൾക്ക് ആ അന്നേരം കാര്യം മനസ്സിലാവുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16 മുതൽ പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിനകത്ത് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചു കൂട്ടി. കണ്ടോ, മൊത്തം റെജിമെന്റ്സിനെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് അവനെ രക്താംബരം ധരിപ്പിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവനെ ചൂടിച്ചു. യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് വന്നിച്ച് കോൽ കൊണ്ട് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. കണ്ടോ, എപ്പോഴാണോ രക്താംബരം ധരിച്ചത് ആ സമയം മുതൽ അടിയും നിന്നയും പഴിയും ദൂഷിയും മുഖത്ത് തുപ്പി എന്നാ പറഞ്ഞ സ്തോത്രം. നമ്മുടെ മുഖത്തുനിന്ന് അല്പം തുപ്പൽ ആരുടെയും ദേഹത്ത് തെറിച്ചാൽ അല്ലേ, എന്തായിരിക്കും നമ്മുടെയൊക്കെ ഫീലിംഗ്? എന്തായിരിക്കും? നമ്മുടെ ദേഹത്തേക്ക്, നമ്മുടെ മുഖത്തേക്ക് വെച്ച് തുപ്പൽ തെറിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കാലെ തുപ്പി, മുഖം തല വിട്, കാലെ തുപ്പി, എന്തായിരിക്കും നിങ്ങളുടെ എൻ്റെ പ്രതികരണം? എന്നായിരിക്കും? എന്നാൽ അരുമനാഥൻ്റെ മുഖത്ത് അവർ തുപ്പി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് തുപ്പി. ആ കാപവും ആ വൃത്തികെട്ട ആ ഉമിനീരെല്ലാം കൂടെ മുഖത്തുനിന്ന് താഴേക്ക് ഇങ്ങനെ വരിക. സ്വതന്ത്രം എന്താ അല്ലേ? പടയാളികൾ, ക്രൂരന്മാരായ പടയാളികൾ. സ്വന്തം വസ്ത്രം മാറ്റി വെച്ചേക്കുക. സ്വന്തം വസ്ത്രം അല്ല, ഇപ്പം രക്താംബരം ധരിപ്പിച്ചിരിക്കുക. എന്തിനാ പ്രിയരെ ഇത്രയും കഷ്ടപ്പെട്ടത്? എന്നെയും നിങ്ങളെയും മാന്യനാക്കാൻ, എന്നെയും നിങ്ങളെയും ആർക്കും വേണ്ടാതെ കിടന്ന, അത് പറയുമ്പോൾ തന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആർക്കും വേണ്ടാതെ കിടന്ന എന്നെയും നിങ്ങളെയും മാന്യനാക്കാൻ പ്രാണപ്രിയൻ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നിന്ന സഹിച്ചു, വേദന സഹിച്ചു, അടിയേറ്റു. തലക്കിട്ടാണ് അടി, തലക്കിട്ട് കോലുകൊണ്ടടി, ഒരു ദണ്ട അത് വെച്ച് അടിയ തലക്കിട്ട്. മുൾക്കിരീടം ഒരെണ്ണം മെടഞ്ഞ് തലയിലോട്ട് കയറ്റി, കട്ട് കഴിക്കുന്ന മുള്ള. സ്തോത്രം. ചോര പൊടിയുന്നുണ്ട്. തുപ്പല മുഖത്തോട്ട് വീഴുമ്പോഴും എതിർവത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. കുഞ്ഞെ, ഞാനും നീയും മാന്യനായി തീരാൻ, സഹോദരി, എൻ്റെയും നിൻ്റെയും മുഖത്ത് പ്രകാശമുണ്ടാകാൻ, ഇരുളിൽ കിടന്ന് നമ്മളെ പ്രകാശത്തിലേക്ക് എത്തിക്കാൻ ആരുമനാഥൻ എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി സഹിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഈ പകപ്പാടെല്ലാം പെടുമ്പോഴും ഒന്നും മിണ്ടാതിരുന്നത്, സ്തോത്രം, എന്തുകൊണ്ടാണെന്നറിയോ? മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെ അല്ലേ? യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഒരു പ്രവചനം കിടപ്പുണ്ട്. യെശയ്യാവ് പ്രവചിച്ചു വെച്ചിരിക്കുക. ആമേൻ. അറുക്കാനുള്ള ആടിനെ പോലെ. തമിഴ് കൊടുത്തേക്ക് നല്ലൊരു വാക്കാ. ആമേൻ. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട്. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കർത്താവിനെ നിങ്ങളെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? യേശുവെ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എൻ്റെ പാപത്തിലൂടെ അങ്ങ് മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? യേശുവുമായിട്ട് ബന്ധം സ്ഥാപിച്ചോ? പിതാവായ ദൈവം കണ്ണടച്ച് കളഞ്ഞൊരു നിമിഷം ക്രൂശിലുണ്ട് കേട്ടോ പ്രിയരെ. എലോഹി എലോഹി ലമ്മ ശബഥാനി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടിട്ട് കർത്താവ് എന്തിനു വേണ്ടിയാ? എനിക്ക് നിങ്ങൾക്ക് മാന്യത നൽകാൻ.
ഇരുളിലും അന്ധതമസ്സിലും കിടന്നായ നമ്മെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശു ആ കഷ്ടം സഹിച്ചു. സ്തോത്രം. എന്നെ നിങ്ങളെ മാന്യനാക്കാൻ. ഇന്ന് രാവിലെ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഞാനൊരിക്കലും അങ്ങേ പരിഹസിക്കില്ല. കർത്താവേ, ഞാനൊരിക്കലും അങ്ങേ നിന്ദിക്കില്ല. ഞാനൊരിക്കലും അങ്ങേ കളിയാക്കുകയില്ല. ദൈവത്തോട് പറയാം രാവിലെ. സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി മാറ്റുന്നവനാണ്. ഇന്ന് രാവിലെ നിങ്ങൾക്കും ആ തുപ്പലിനകത്തൂടെ ഒരു നന്മയുണ്ട്. നിങ്ങൾക്കും ആ നിന്നയ്ക്കകത്തൂടെ ഒരു നന്മയുണ്ട്. ആ നിങ്ങൾക്കും ആ കോലുകൊണ്ടുള്ള അടിയുടെ ആ പ്രഹരത്തിൻ്റെ വേദനയ്ക്കകത്തും നിങ്ങൾക്കൊരു നന്മയുണ്ട്. എനിക്കൊരു നന്മയുണ്ട്. സ്തോത്രം. വിശ്വസിക്കാൻ പറ്റുമോ? ഈ കർത്താവിനെ ഞാൻ പിന്തുടരും എൻ്റെ ആയുഷ്കാലം മുഴുവനും. സ്തോത്രം. ഒരു പഴയ പാട്ടുണ്ട്. എൻ്റെ ആയുസിൻ്റെ നാളല്ല നീ പോയ വഴിയേ പോകുവാൻ ആശയോടേശുവേ. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോ, കർത്താവേ ഇതിൻ്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. ഈ പാട്ട് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത് കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ മുരളീധരൻ അങ്കിൾ പ്രസംഗിക്കാൻ പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഇത് തമിഴിലും മലയാളത്തിലൊക്കെ ഇത് പാടിയിട്ടുണ്ട് പലയിടത്തും പ്രസംഗിക്കുന്നതിന് മുമ്പ്. ഭയങ്കര ഫീലിംഗ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ ഗാനമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, താൻ പോയ വഴിയെ പോകാൻ നിങ്ങൾക്ക് തീരുമാനമുണ്ടോ? സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. കണ്ണുകളച്ച നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവരുടെ പുത്രരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അടിയേറ്റ്, ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി, അവസാനത്തെ തൊള്ളി ഒഴുക്കി തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത അവിടുത്തെ മഹൽ സ്നേഹത്തിനായി സ്തോത്രം. ഈ രാവിലെ സമയം ഞങ്ങളെ സമർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണമേ. അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് ഒരു ദൈവവൈദ്യനായി ദൈവമകനായി തീരുവാൻ, അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ കർത്താവരെ സഹായിക്കണം, കൃപ ചെയ്യണം. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് അവരുടെ എല്ലാ നിന്നയും എല്ലാ തുപ്പലും അടിയെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ വസ്ത്രം നിങ്ങൾക്ക് തിരിച്ചു. അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ നിരപരാധിയാണെന്ന്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, യേശു, കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച ആ ത്യാഗം, അവൻ്റെ ക്രൂശിൻ്റെ മരണത്തോട് പങ്കാളികളായി തീർന്ന ആ സ്നാനം കൂടെ നാം അനുഭവിക്കുമ്പോഴാണ്, നാം എടുക്കുമ്പോഴാണ്, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഈ മരണത്തിൽ നാം ഏകീഭവിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾ സ്നാനപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടെ ഏകീഭവിക്കുന്ന സ്നാനം സ്വീകരിച്ച് കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.